ആരോ കതകിന് മുട്ടുകയാണ്. ഉസ്മാൻ തങ്ങൾ പറയുന്നു, ഞാൻ കതക് തുറന്നു കൊടുത്തില്ല. സംശയം ചോദിക്കാ വന്നവരായിരിക്കാ, റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് ദുആ ചെയ്യിപ്പിക്കാ വന്നവരായിരിക്കാ, നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ദുഃഖങ്ങളും പ്രയാസങ്ങളും പറയാ വന്നവരായിരിക്കാ, ചിലപ്പോ റസൂലുള്ളാഹിനെ ഉപദ്രവിക്കാ വന്നവരായിരിക്കാ. അതുകൊണ്ട് ഞാൻ കതക് തുറന്നു കൊടുത്തില്ല. ഞാൻ മദീനയുടെ വാതിൽ തുറന്നു കൊടുത്തില്ല. ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിലോട്ട് കടന്നു ചെന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരോ കതകിന് മുട്ടുകയാണ്, തുറന്നു കൊടുക്കണോ? ആരോ കതകിന് മുട്ടുകയാണ്, തുറന്നു കൊടുക്കണോ? നബി തങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെന്നറിയോ? അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അബൂ മൂസയോട് പറയുകയാണ്, അബൂ മൂസ ഇഫ്തഹൂ ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, കതക് തുറന്നു കൊടുക്കുക. തുറന്നു കൊടുക്കുമ്പോ കതക് തുറക്കുന്ന ഭാഗത്താരാ കതക് മുട്ടിയിടുന്നറിയാ? ആരാണ് കതകിന്റെ പുറത്തു വന്ന് നിന്ന് മുട്ടുന്നതെന്നറിയാ? അതുകൊണ്ട് ആ കതക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ കതകിന്റെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് പറയണം, വബശ്ശിറുഹു ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടെന്ന് സുവിശേഷം പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ വന്ന് നിൽക്കുന്നതെന്ന് റസൂലുള്ളാഹിക്കറിയില്ല. ആരാ വന്ന് കതകിനെ മുട്ടിയിടുന്ന അബൂ മൂസയ്ക്കറിയില്ല. പക്ഷെ നബി തങ്ങൾ പറഞ്ഞിരുന്നേ, കതക് തുറന്നു കൊടുക്കുക മാത്രമല്ല, ആ കതക് തുറക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയേണ്ടത്, ബശ്ശിറുഹു ബിൽ ജന്ന, അല്ലാഹുവിന്റെ സുഖലോലഭ സ്വർഗ്ഗം നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് പറയുക. അബൂ മൂസ ഓടിച്ചെന്ന് കതക് തുറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കതക് തുറക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ആരെന്നറിയോ? മഹാനായ അബൂബക്കർ സിദ്ദീഖാണ്. ആ സമയത്ത് അബൂ മൂസ തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? ബശറക റസൂലുള്ളാഹി ബിൽ ജന്ന, നബി തങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ പറഞ്ഞിരുന്നെന്നറിയോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയല്ലാഹ്, അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് നേരെ റസൂലുള്ളാഹിന്റെ മുന്നിൽ പോവുകയാ. കുറെ നേരം കഴിഞ്ഞപ്പോ അബൂ മൂസ അശ്അരി തങ്ങൾ തന്നെ പറയുകയാണ്, വീണ്ടും ഞാൻ മദീനത്തെ വാതിലിന്റെ മുമ്പിൽ കാവൽക്കാരനായിരുന്നു. ആരോ വീണ്ടും വന്ന് കതകിന് മുട്ടുകയാണ്. ആ സമയത്ത് ഞാൻ ചെന്ന് കതക് തുറന്നു കൊടുത്തില്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ അനുവാദം ചോദിക്കുകയാണ്, നബി ആരോ കതകിന് മുട്ടുകയാണ്, തുറന്നു കൊടുക്കട്ടെ. നബി തങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറയുകയാ, ചെന്ന് കതക് തുറന്നു കൊടുക്കുക, സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കുക. ഞാൻ വന്ന് കതക് തുറന്നപ്പോൾ ഉമർ തങ്ങളാണ് സ്വർഗ്ഗത്തിന്റെ സുവിശേഷം അറിയിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് പറയുകയാണ്. ഉമർ തങ്ങൾ നേരെ റസൂലുള്ളാഹിന്റെ മുന്നിലോട്ട് കടന്നുപോയി. കുറെ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ കതകിന് മുട്ടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിന്റെ കാതലായ ഭാഗത്തിലൂടെയാണ് ഞാനും നിങ്ങളെ സഞ്ചരിക്കുക. മഹാനായ അബൂ മൂസ അശ്അരി തങ്ങൾ ചെന്ന് അനുവാദം ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, തുറന്നു കൊടുക്കാൻ, തുറന്നു കൊടുക്കുക, സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കുക. ആവർത്തന വിരസതയല്ല മുസ്ലിമേ. അബൂബക്കർ സിദ്ദീഖിനോട് ഉമർ തങ്ങളോട് പറയാ, നബി തങ്ങൾ പറഞ്ഞിരുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾക്കുണ്ടെന്ന് പറയാനാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ രണ്ടുപേരും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഇന്നാല് മൂന്നാമത് കതകിനെ മുട്ടിയത് ആരെന്നറിയില്ല. പക്ഷേ നബി തങ്ങൾ പറയുകയാണ്, യാ അബാ മൂസ ഇഫ്തഹൂ ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, ചെന്ന് കതക് തുറന്നു കൊടുക്കുമോനെ, എന്നിട്ടാ വന്ന് നിൽക്കുന്ന മനുഷ്യന് സ്വർഗ്ഗമുണ്ടെന്ന് പറയുക. അബൂ മൂസ തങ്ങൾ ഓടി പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടൊരു കാര്യം കൂടി പറയുകയാ. ആദ്യത്തെ രണ്ടുപേരോട് പറയാത്ത ഒരു കാര്യം കൂടി പറയുകയാ. ഏത് കാര്യമെന്നറിയോ? ചെറുപ്പക്കാര് കേൾക്കണേ, എന്റെ ദീനീ ബോധമുള്ള ഉമ്മമാര് കേൾക്കണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? യാ അബാ മൂസ, ചെന്ന് കതക് തുറന്നു കൊടുത്തിട്ട് സ്വർഗത്തിന്റെ സുവിശേഷം അറിയിക്കുക മാത്രമല്ല, അദ്ദേഹത്തോട് മറ്റൊരു കാര്യം കൂടി നീ ഒന്ന് പറയണേ. ഇത് രണ്ടുപേരോടോ പറയാത്ത കാര്യമാ. ഇത് നേരത്തെ വന്ന രണ്ടുപേരോടോ പറയാത്ത കാര്യമാ. മൂന്നാമനോട് പറയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വിടുകയാ. ഏതാണ് മൂന്നാമനോട് പറയാൻ പറഞ്ഞു വിട്ടതെന്നറിയോ? അലാ ബൽവാ തുസീബുഹു, അലാ ബൽവാ
തുസീബുഹു. പരീക്ഷണങ്ങൾ ഒരുപാട് വരും തങ്ങളെ, പരീക്ഷണങ്ങൾ ഒരുപാട് വരും തങ്ങളെ. ഓടിച്ചെന്ന് കതക് തുറന്നു കൊടുക്കുകയാ ഉസ്മാൻ തങ്ങളാ മുന്നിൽ നിൽക്കുന്നത്. അബൂ മൂസ കതക് തുറക്കുമ്പോ ഉസ്മാൻ തങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ ഉസ്മാൻ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അബൂ മൂസ തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? ബശറക റസൂലുള്ളാഹി ബിൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉസ്മാൻ തങ്ങൾ, അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, പക്ഷേ നബി തങ്ങൾ പറഞ്ഞു വിട്ട ഒരു കാര്യം കൂടി ഉസ്മാൻ തങ്ങളോട് പറയുകയാ. മറ്റു രണ്ടുപേരോട് പറയാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു. പരീക്ഷണങ്ങളുടെ കൂമ്പാരം നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞപ്പോ, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞപ്പോ, പ്രതിസന്ധികൾ നിങ്ങളെ തേടിയെത്തുമെന്ന് പറഞ്ഞപ്പോ, ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് നൊമ്പരങ്ങള്, പീഡനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ, മഹാനായ ഉസ്മാൻ തങ്ങളുടെ പ്രതികരണം എന്തെന്നറിയോ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ട ആ വാർത്ത ചെന്ന് അബൂ മൂസ എന്ന റസൂലുള്ളാഹിന്റെ കാവൽക്കാരന് പറയുമ്പോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്നെയും നിങ്ങളെയും പോലെയല്ല, ഞാൻ നിങ്ങളുമാണെങ്കിലോ ഓടി വന്ന റസൂലുള്ളാഹിന്റെ കാലുകൾ വീണിട്ട്, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, താങ്ങാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല, സഹിക്കാനുള്ള സഹനം ഞങ്ങൾക്കില്ല, ഒരു പരീക്ഷണം വന്നാൽ ഞങ്ങളെ കൊണ്ട് താങ്ങൂല എന്ന് പറയുകയല്ലേ ഞാനും നിങ്ങളും ചെയ്യുക. ഉസ്മാൻ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു വിട്ട വർത്തമാനം അബൂ മൂസ തങ്ങൾ പറയുമ്പോ, പരീക്ഷണങ്ങൾ ഒരുപാട് ഏൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹുവിനെ ഞാൻ എല്ലാം ഏൽപ്പിക്കുകയാണ്, എന്റെ പടച്ചോനെ ഞാൻ എല്ലാം ഏൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് മാന്യത, ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠമതാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂട്ടുകാരനായ ഓരോ പ്രവാചകന്മാർക്ക് സ്വർഗത്തിൽ കളിത്തോടന്മാരുണ്ട്. എന്നാ നബി തങ്ങളുടെ കളിക്കൂട്ടുകാരൻ സ്വർഗത്തിൽ ഉസ്മാനാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഈ ഉസ്മാൻ തങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങളുടെ മറുപടി എന്താ? അല്ലാഹുൽ മുസ്തആൻ. പരീക്ഷണങ്ങൾ വന്നോട്ടെ, ഞാൻ തളരൂല, പരീക്ഷണങ്ങൾ വന്നോട്ടെ, ഞാൻ പതറുകയില്ല, പരീക്ഷണങ്ങൾ വന്നോട്ടെ, ഞാൻ തളർന്നു പോകൂല, എല്ലാം എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുൽ മുസ്തആൻ. എല്ലാം ഞാൻ എന്റെ പടച്ചതമ്പുരാനെ ഏൽപ്പിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ സംഭവം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായില്ലേ? ഇല്ലേ? മനസ്സിലായില്ലേ? സാധാരണ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രത്യേകത, ഞാന് ഒരു 3 കൊല്ലങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും കഴിവിന്റെ പരമാവധി പ്രഭാഷണത്തിന് വന്നപ്പോ ഒരു 2 കൊല്ലം 3 കൊല്ലമായി ഞാൻ ഈ കാസർഗോഡ് ജില്ലയിൽ പ്രസംഗത്തിന് വരാറില്ല. അത് ആരോടുള്ള വെറുപ്പ് കൊണ്ടോ എതിർപ്പ് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് സഹോദരങ്ങളെ, നമ്മൾ ഈ നാട്ടിലേക്ക് ഒരു യാത്ര വന്നിട്ട് തിരിച്ച് നമ്മുടെ നാടുകളിലേക്ക് പോയി വഅള് പറയാൻ കഴിയാത്ത രീതിയിൽ യാത്രയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഈ പരിപാടികൾ, ഇങ്ങോട്ടുള്ള പരിപാടികൾ തൽക്കാലം ഞാൻ അതിന് ചെവി കൊടുക്കാതെ ഏറ്റെടുക്കാതെ കണ്ണൂർ ജില്ലയ്ക്ക് അപ്പുറത്തോട്ടുള്ള പരിപാടികളാണ് ഞാൻ കഴിഞ്ഞ 3 വർഷക്കാലമായി ഞാൻ ഏറ്റിട്ടുള്ളത്. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാസർഗോഡ് ജില്ലയുടെ മാത്രം പ്രത്യേകതയാണ്, അള്ളാഹു അങ്ങനെ ആക്കട്ടെ എന്ന് പറയുമ്പോ സാധാരണ വാളിന്റെ മജ്‌ലിസുകളിൽ കേട്ടോണ്ടിരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കും, ആമീൻ പറയില്ല. കാസർഗോഡ് ജില്ലക്കാരെ ആമീൻ പറയുമെന്ന് മാത്രമല്ല, അവര് കൈ ആ സമയം ഉയർത്തും. നിങ്ങൾ കണ്ടിട്ടില്ലേ? അറിയല്ലോ, ഞാൻ ഏതോ ഭാഗത്ത് ഒത്തിരി സ്ഥലങ്ങളിൽ വരുമ്പോൾ ഈ നമ്മുടെ പിന്നെ മാണിക്കോത്ത് ഉറൂസിന്, അതുപോലെ തന്നെ ആ ഭാഗങ്ങളൊക്കെ ഉപ്പള കുമ്പള ആ ഭാഗങ്ങളിലൊക്കെ വരുന്ന സമയത്തൊക്കെ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ എന്ന് പറയുമ്പോ സദസ്സിരിക്കുന്ന ആളുകൾ കൈരടത്തി പിടിച്ചിട്ട് ആമീൻ, അതെന്റെ മര്യാദയാണ്.
അതാരോ മഹാന്മാര് പഠിപ്പിച്ചു കൊടുത്ത ആ മാതൃക അവര് കളയാതെ അവര് സൂക്ഷിച്ചു വെച്ചിരിക്കാണ്. പക്ഷെ നീലേശ്വരത്ത് വന്നപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആമീൻ പറയാൻ പോലും ആരും തയ്യാറാകുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത് വന്ന് കതകിന് മുട്ടിയ ആളിനോട് പറയാൻ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ചെന്ന് കതക് തുറന്നു കൊടുക്ക്, സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞേക്ക്. നബിതങ്ങൾ കണ്ടിട്ടില്ല ആരാ വന്ന് വാതിലിൽ മുട്ടിയതെന്ന്. അബൂ മൂസ തങ്ങൾ കതക് തുറന്ന് നോക്കിയില്ല ആരാ വന്നതെന്ന്. കതകിന് മുട്ടിയപ്പോ ഓടി വന്നിട്ട് നബിയോട് പറഞ്ഞു, നബി വിശ്രമിക്കാൻ. വാതിലടച്ചിട്ട് നബിതങ്ങൾ കാവൽക്കാരനെ നിർത്തിയിരിക്കാൻ. ഓടി വന്നിട്ട് നബി ആരോ കതകിനെ മുട്ടാണ്, എന്ത് ചെയ്യണം? ചെന്ന് തുറന്നു കൊടുത്തേക്ക് അബൂ മൂസ. തുറന്നു കൊടുക്കുക മാത്രമല്ല, പറയണം സ്വർഗം ഉണ്ടെന്ന്. അപ്പൊ എത്ര അർത്ഥവത്താണ് നബിതങ്ങളുടെ ഓരോ വാക്കുകളും. അള്ളാഹുവിന്റെ അറിയിപ്പില്ലാതെ ഒന്നും നബിതങ്ങൾ പറയാറില്ല. രണ്ടാമതും അങ്ങനെ ആവർത്തിച്ചു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ തങ്ങളും വന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. മൂന്നാമതും കതകിനെ മുട്ടിയപ്പോ വന്നിട്ട് ചോദിച്ചു, പറഞ്ഞു, ചെന്ന് കതക് തുറന്നു കൊടുത്തേക്ക്, സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞേക്ക്. പക്ഷെ ഒരു കാര്യം കൂടെ പറയണം, ഒരുപാട് പരീക്ഷണങ്ങൾ കേൾക്കേണ്ടി വരും, ഒത്തിരി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഈ മൂന്നാമത് വന്ന് തുറന്ന ആളെന്ന്, കതകിന് മുട്ടിയ ആളെന്ന് പറഞ്ഞു. ആ ഹതഭാഗ്യൻ ആരാണെന്നറിയാൻ അബൂ മൂസ തങ്ങൾ ഓടിച്ചെന്ന് കതക് തുറന്നു കൊടുത്തിട്ട്, ആ കതക് തുറന്നു കൊടുക്കുന്ന സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ വർത്തമാനം പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്താണ്? നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് വരുമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾ പറയുന്നു, അല്ലാഹുൽ മുസ്തആൻ, എനിക്ക് പടച്ചവനുണ്ടല്ലോ, ഞാൻ അങ്ങ് ഏൽപ്പിച്ചോളാം. എനിക്ക് അല്ലാഹ് ഉണ്ടല്ലോ, ഞാൻ ഏൽപ്പിച്ചോളാം. ഈ ഈമാൻ എത്ര പേർക്കുണ്ട്? ഈ ഈമാൻ നമ്മൾ എത്ര പേർക്കുണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ പോലെയാണെന്നറിയാം? അല്ലാഹ് ഉണ്ടെന്നൊക്കെ വിശ്വാസമുണ്ട്, പടച്ചോ ഉണ്ടെന്നൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്, ഈമാനൊക്കെ ഉണ്ട്, ഒരു കുറവുമില്ല. പക്ഷെ നമുക്ക് യഖീനില്ല, ഉറച്ച ഒരു വിശ്വാസമില്ല. അതുകൊണ്ടാണ് നമുക്കത് സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ എന്റെ പടച്ചവനെ ഏൽപ്പിക്കുകയാണെന്ന് ഈമാനോട് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുമ്പോ, പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്നാമത്തെ ചരിത്രം അത്രേ ഉള്ളൂ എന്ന് കരുതണ്ട. അതിൽ നിന്ന് ഒന്നാമത്തെ പാഠം പഠിക്കാം, ഒന്നാമത്തെ സന്ദേശം ലോകത്തിന് സമ്മാനിക്കുകയാണ്. ഏത് പരീക്ഷണം വന്നാലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് രോഗം വരുമ്പോ, നിന്റെ ഭാര്യയ്ക്ക് രോഗം വരുമ്പോ, നിന്റെ പൊന്നുമക്കൾക്ക് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ, നിനക്ക് സാമ്പത്തികമായ പരാധീനതകൾ വരുമ്പോ, നിനക്ക് വീട്ടിലോ കുടുംബത്തിലോ സമൂഹത്തിലോ കഷ്ടപ്പാട് വരുമ്പോ നീ എന്താ ചെയ്യേണ്ടത്? ദുർമന്ത്രവാദികളുടെ മുമ്പിൽ പോകലല്ല. പ്രിയപ്പെട്ടവരെ, 1000 വട്ടം ഞാൻ പറയുന്നു, ഞാൻ സുന്നി തന്നെയാണ്, ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകന് തന്നെയാണ്. ഇന്നാലെ ഞാൻ പറയുന്നു, അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ആലിമീങ്ങൾ, ഇതുപോലുള്ള വലിയ വലിയ മഹാന്മാരെ ഇജാസത്ത് കൊടുക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ പോകുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ വിമർശിക്കുന്നത്, അവരുടെ മുമ്പിൽ ചൊല്ലുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ വിമർശിക്കുന്നത്, അവരുടെ മുമ്പിൽ ചെന്ന് ദുആരക്കുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ വിമർശിക്കുക. പ്രിയപ്പെട്ടവരെ, അവരെ തവസ്സുലാക്കി ദുആരക്കുന്നതിനല്ല ഞാൻ വിമർശിക്കുന്നത്. മറിച്ച് ദുർമന്ത്രവാദികളുടെ മുമ്പിൽ ചൊല്ലുമ്പോ, കാഫിരീങ്ങളുടെ മുമ്പിൽ ചൊല്ലുമ്പോ, പ്രിയപ്പെട്ടവരെ, മന്ത്രവാദി സഭയുന്നവരുടെ മുമ്പിൽ ചൊല്ലുമ്പോ എത്ര ഈമാനിന്റെ ദൗർബല്യമാണ് പെങ്ങളെ നമുക്ക് വരിക. അതുകൊണ്ടല്ലേ ഉസ്മാൻ തങ്ങൾ പഠിപ്പിച്ചത്, ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും അല്ലാഹുൽ മുസ്തആൻ, എല്ലാം ഞാൻ എന്റെ തമ്പുരാനെ ഏൽപ്പിക്കുകയാണ്. കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടിനീര് കൊടുക്കുന്ന പടച്ചറബ്, ആ പടച്ചറബിനെ ഞാൻ എല്ലാം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ ദീനീ ബോധത്തോടെ ചങ്കൂറ്റത്തോടെ ലോകത്തിന് വലിയ സന്ദേശം കൈമാറിയ ഒരു മഹാനായ വ്യക്തിയാണ് ഉസ്മാൻ തങ്ങളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നേരം വെളുക്കുന്നത് വരെ ഏതെങ്കിലും ഒരു കാമകനുമായിട്ട് സംസാരിച്ചു കിടക്കുന്ന പെണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പെണ്ണേ, നീ എന്തിനാ ചെറുപ്പക്കാരനെ ഫോൺ ചെയ്തത്? എന്തിനാണ് പെണ്ണേ നിനക്കൊരു ഭർത്താവുള്ളപ്പോ, അതല്ലെങ്കിൽ നിന്റെ കല്യാണം കഴിയാതിരിക്കുമ്പോ എന്തിനാണ് കാമകനുമായിട്ട് നേരം വെളുക്കുന്നത് വരെ മൊബൈലിലൂടെ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ചോദിക്കുകയാണ്, അതല്ലെങ്കിൽ ചെറുപ്പക്കാരാ, നീ എന്തിനാണ് മറ്റൊരു തന്റെ ഭാര്യ മൊബൈലിലൂടെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ, ഇതങ്ങനെയുള്ള കാലമല്ലേ, ഇതങ്ങനത്തെ ഒരു കാലമല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവര് ന്യൂ ജനറേഷൻ എന്ന് പേര് കൊടുത്തിട്ട് ഞാനും നിങ്ങളും
വിളിക്കുമ്പോ, ആ ഓമന പേര് കൊടുത്തിട്ട് ഞാനും നിങ്ങൾ വിളിക്കുമ്പോ, എന്തേ നീ എങ്ങനെ നേരം വിളിക്കുന്നത് വരെ സംസാരിച്ചതെന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ച ചെറുപ്പക്കാരന് പറയാനുള്ള മറുപടി എന്താ? അതേ മറുപടി തന്നെയാണ് ചെറുപ്പക്കാരിക്കുമുള്ളത്. എന്താ മറുപടി എന്നറിയോ? ഉസ്താദേ, എന്റെ വിഷമങ്ങളെ ഷെയർ ചെയ്യാ, എന്റെ ദുഃഖങ്ങളെ ഷെയർ ചെയ്യാ, എന്റെ പ്രയാസങ്ങളും ഇറക്കി വെക്ക്. അവളെ എനിക്കുള്ളൂ, അവളെ എനിക്കുള്ളൂ. അവളെല്ലാ ദുഃഖങ്ങളും എന്റെ മുന്നിലായി ഇറക്കി വെക്കുന്നത് നാണമില്ലേ ചെറുപ്പക്കാരാ? നാണമില്ലേ പ്രിയപ്പെട്ട ഉമ്മമാര്? എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹു ഒരു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോ, അല്ലാഹു ഒരു പ്രതിസന്ധി കൊടുക്കുമ്പോ, അല്ലാഹു ഒരു ബുദ്ധിമുട്ട് കൊടുക്കുമ്പോ, മുൻഗാമികളുടെ കഥ പരിശോധിച്ചാൽ, മുൻഗാമികളായ നേതാക്കന്മാരുടെ കഥകൾ പരിശോധിച്ചാൽ, അല്ലാഹു ഈമാൻ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തവരായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനല്ലേ?